നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ്ടും അതിതീവ്ര മഴ വരുന്നു. നാളെ 3 ജില്ലകളിൽ റെഡ് അലർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴ സാധ്യത. നാളെ അതിതീവ്ര മഴ സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. 3 ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ടായിരുന്നു. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. ചീരാലിൽ ജനവാസ മേഖലയിൽ കടുവ, പ്രദേശവാസികൾ ആശങ്കയിൽ. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ചീരാൽ പഴൂർ റോഡിൽ പണിക്കരുപടിയിൽ വെച്ച് പ്രദേശവാസി ജിതേഷ് കടുവയെ കണ്ടത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മുണ്ടക്കൊല്ലിയിലും കടുവയെ കണ്ടതായി സൂചനകളുണ്ട്. കഴിഞ്ഞ 2 മാസത്തിലേറെയായി ചീരാൽ മേഖലയിൽ കടുവ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയെ കണ്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ ആശങ്കയിലാണ്. കൊല്ലത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്ക്. കുടുംബം സഞ്ചരിച്ച ജീപ്പ് കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. കൊല്ലം അരിപ്പയിലായിരുന്നു കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടായത്. രാത്രി 8 മണിയോടെയാണ് ജീപ്പിൽ കാട്ടുപോത്ത് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. പുത്തൻപുരയിൽ വീട്ടിൽ ഷെരീഫ്, ഭാര്യ അസീന, ഇവരുടെ മക്കൾ അസീനയുടെ മാതാവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുളത്തൂപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിൽ പരാതി. അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിൽ പരാതി. ഫിലിം കോൺക്ലേവ് സമാപന ചടങ്ങിലെ വിവാദ പരാമർശത്തിൽ പ്രശസ്ത സംവിധായകനായ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പോലീസിൽ പരാതി. സാമൂഹിക പ്രവർത്തകൻ ദിനുവയിലാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. അടൂരിന്റെ പരാമർശങ്ങൾ SC/ST ആക്ട് പ്രകാരം കുറ്റകരമെന്ന് പരാതിയിൽ പറയുന്നു. SC/ST കമ്മീഷനും ദിനുവയിൽ പരാതി നൽകിയിട്ടുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് പരിശീലനം നൽകണമെന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. ബസ്സുകളുടെ മത്സരയോട്ടം. കളമശ്ശേരി സ്വിഗ്ഗി ഡെലിവറി ജീവനക്കാരന് ദാരുണാന്ത്യം. സ്വിഗ്ഗി ഡെലിവറി ജീവനക്കാരൻ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത്. തലയിലൂടെ ബസ് കയറിയിറങ്ങുകയായിരുന്നു. ബസ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. 2 ആഴ്ച മുൻപും സമാന സ്ഥലത്ത് അപകടം നടന്നിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. TP വധക്കേസിലെ 1-ാം പ്രതി TK രജീഷിന് പരോൾ. 15 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായാണ് TP രജീഷിന് പരോൾ ലഭിക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുതെന്ന ഉപാധികളോടെയാണ് പരോൾ ലഭിച്ചിരിക്കുന്നത്. C സദാനന്ദൻ MPയുടെ കാൽവെട്ടിയ കേസിൽ CPM പ്രവർത്തകരായ 8 പ്രതികൾ കീഴടങ്ങി. പ്രതികൾ തലശ്ശേരി കോടതിയിലാണ് ഹാജരായത്. പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. നോട്ടീസ് പ്രകാരം ഹാജരാകേണ്ട അവസാന തീയതി ഇന്നായിരുന്നു. തുടർന്ന് പ്രതികൾ തലശ്ശേരി കോടതിയിൽ ഹാജരാവുകയായിരുന്നു. ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അതേസമയം പ്രതികൾക്ക് കണ്ണൂരിൽ CPMന്റെ യാത്രയയപ്പും നടന്നിരുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലെ തിരച്ചിൽ. നിർണായക കണ്ടെത്തലുകൾ. ജൈനമ്മ തിരോധാന കേസിൽ ചേർത്തല പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടന്നുവരുന്ന തിരച്ചിലിൽ വസ്ത്രത്തിന്റെ ഭാഗമടക്കം കണ്ടെത്തി. വീട്ടുവളപ്പിലെ കുളം വറ്റിച്ച് നടത്തിയ പരിശോധനയിലാണ് വസ്ത്രത്തിന്റെ ഒരു ഭാഗവും കൊന്തയും ബാഗും കണ്ടെത്തിയത്. നേരത്തെ നടത്തിയ പരിശോധനയിൽ മനുഷ്യന്റെ അസ്ഥിയുടെ ഭാഗങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. വീടിന്റെ തറയിളക്കിയും പരിശോധിക്കുമെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ വീടിന്റെ പിറകിലുള്ള ശൗചാലയത്തിലേക്കായിരുന്നു കെടാവർ നായ ഓടിക്കയറിയത്. ശേഷം പറമ്പിലുള്ള കുളത്തിനരികിലേക്ക് വരികയായിരുന്നു. ഇതോടെ കുളത്തിൽ മൃതദേഹം തള്ളിയെന്ന സംശയത്തിലാണ് കുളം വറ്റിച്ചുള്ള പരിശോധന നടന്നത്. മാവേലിക്കരയിൽ പാലത്തിന്റെ സ്പാൻ തകർന്നു വീണ് അപകടം. 2 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. തൃക്കുന്നപ്പുഴ സ്വദേശി ബിനു, മാവേലിക്കര കല്ലുമല സ്വദേശി രാഘവ് കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ചെന്നിത്തല കീച്ചേരിക്കടവ് പാലം തകർന്ന് 7 തൊഴിലാളികളാണ് വെള്ളത്തിൽ വീണത്. 5 പേർ നീന്തി കരക്കെത്തിയിരുന്നു. 2 പേരെ കാണാതാവുകയായിരുന്നു. ഇവരെയാണ് പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ടെലിഫോൺ ചോർത്തൽ. PV അൻവറിനെതിരെ കേസ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് മലപ്പുറം പോലീസ് അൻവറിനെ പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. പരാതിക്കാരനായ കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രൻ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ കഴിഞ്ഞ സെപ്റ്റംബർ 1 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ
താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പലരുടെയും ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ട് എന്ന് പി വി അൻവർ വെളിപ്പെടുത്തിയിരുന്നു.